ഹലോ, ലൈസൻസിന്റെ പ്രൊസീജിയറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാം പാർട്ടാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2, 3 ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ എന്നെ റോഡിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കും, എനിക്കും ലൈസൻസ് എടുക്കണം, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്ന്. എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാനത് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2, 3 പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫയൽ ഓപ്പണിംഗ് ആണ്. 1350 ദിർഹംസ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ഓപ്പൺ ആക്കി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടൈപ്പിംഗ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ഓപ്പൺ ആക്കാം. ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സിമുലേറ്റർ ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് പറ്റുന്ന സമയത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. സിമുലേറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു ടെസ്റ്റാണ്. ഞാനൊന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് സിമുലേറ്റർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് തപ്പി നോക്കി അതിനെ കുറിച്ച്. പക്ഷെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ടെസ്റ്റിനെ കുറിച്ച് അതിലൊന്നും ഒരു ഡീറ്റെയിൽ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയുന്ന ഒരു കാര്യം അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് സിമുലേറ്റർ ടെസ്റ്റ് കൂടി നമുക്ക് നോക്കാം. സിമുലേറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ക്രീനിന്റെ മുന്നിലിരുന്നിട്ട് നമ്മൾ വണ്ടി എങ്ങനെ റോട്ടിൽ ഓടിക്കുന്നു അതുപോലെ സ്ക്രീനിൽ ഓടിക്കുക. അതിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. സീറ്റ് ബെൽറ്റ് ഉണ്ടാവും, സ്റ്റിയറിംഗ് ഉണ്ടാവും, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ, ഹാൻഡ് ബ്രേക്ക്, സ്റ്റാർട്ടിംഗ് സ്വിച്ച്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. റോഡിലെ സ്പീഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക. അതാണ് സിമുലേറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. 1 മണിക്കൂറാണ് ടെസ്റ്റ്. നമ്മുടെ സുഹൃത്ത് ഇപ്പോ ടെസ്റ്റിന് പോകുന്നുണ്ട്. അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. അപ്പൊ ആ വീഡിയോ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സിമുലേറ്റർ ടെസ്റ്റിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ സുഹൃത്ത് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അവൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ അവൻ വരുന്ന വീഡിയോ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ടാവും. കാരണം അവൻ വരുന്നത് വളരെ സന്തോഷത്തോടെ കോൺഫിഡന്റ് ആയിട്ടാണ്. അതിനർത്ഥം അവന് വളരെ കോൺഫിഡന്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അപ്പോൾ 2, 3 പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഫയൽ ഓപ്പണിങ്ങും അതുപോലെ തന്നെ സിമുലേറ്റർ ടെസ്റ്റും. ഇനിയുള്ളത് 4, 5 പാർട്ടാണ്. അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും. ഇങ്ങനെ ചെറുതാക്കി ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ അടുത്ത പാർട്ട് നമ്മൾ എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും. മറ്റേ ആളെയും നമ്മൾ കൂട്ടുന്നുണ്ടാവും. അപ്പോൾ ലൈസൻസ് എടുത്ത ആളെ അവൻ്റെ നേരിട്ടുള്ള അവൻ്റെ എക്സ്പീരിയൻസും നമ്മളുമായി ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു.